ഒരിക്കലും സന്തോഷത്തിനും ആഹ്ലാദത്തിനും മതം എതിരല്ല. മറിച്ച് നിയതമായ മാർഗങ്ങളിലൂടെ സന്തോഷിക്കുവാനും ആഹ്ലാദിക്കുവാനും എമ്പാടും അവസരങ്ങൾ മതം നൽകുന്നു എന്ന് മാത്രമല്ല, അവക്കെല്ലാം സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ പ്രായോഗിക രൂപം കൂടി മതം നിർവചിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ, മനുഷ്യൻ്റെ ഒരു വലിയ വികാരവും ആഗ്രഹവും ആവശ്യവുമാണ് ലൈംഗികത. അതാരും നിഷേധിച്ചിട്ട് കാര്യമില്ല. പക്ഷേ അത് കൃത്യമായി നിർവഹിക്കുവാനുള്ള മാർഗം വിവാഹത്തിലൂടെ ഇസ്ലാം തുറന്നു കൊടുത്തു. മാത്രമല്ല, ആ വിവാഹത്തിൻ്റെ സന്ദർഭത്തിൽ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔലിം വലൗ ബിശാത്തിൻ, ഒരാടിനെയെങ്കിലും അറുത്തുകൊണ്ട് അതൊരു ഭക്ഷണം വെച്ച് ആ സന്തോഷത്തിലേക്ക് ആളുകളെ വിളിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞ് സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ധാർമ്മികതയുടെയും വശമാണ് മതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ആ ദാമ്പത്യത്തിൽ ഒരു കുട്ടി ജനിച്ചു എന്നിരിക്കട്ടെ. ആ കുട്ടി ജനിച്ച സന്തോഷത്തിൽ അയാൾ മാത്രം സന്തോഷിക്കുകയല്ല, അയാളുടെ കുടുംബക്കാരെയും അയാളുടെ സ്നേഹിതന്മാരെയും കൂട്ടുകാരെയും ഒക്കെ വിളിച്ച് അവർക്കൊരു ഭക്ഷണം കൊടുക്കാൻ, അഖീഖ അറുത്ത് അതിൻ്റെ മാംസം ആളുകൾക്ക് ഭക്ഷണമായി കൊടുക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു. സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ പ്രായോഗിക രീതി മതമാണ് വരച്ച് കാണിക്കുന്നത്. അതുപോലെ തന്നെ 2 പെരുന്നാളുകൾ മതം പഠിപ്പിക്കുന്നുണ്ട്, ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും. പെരുന്നാളുകളിൽ പുതിയ വസ്ത്രം ധരിച്ച്, ഇനി ഒരു പുതിയ വസ്ത്രവും ഇല്ലെങ്കിൽ ഉള്ളതിൽ നല്ലത് തേച്ച് അലക്കി വൃത്തിയാക്കി അത് ധരിച്ച് ആ സന്തോഷത്തോടു കൂടി എല്ലാവരുമായി പങ്കെടുത്ത് നല്ല ഭക്ഷണം കഴിച്ച് അതേപോലെ തന്നെ സന്തോഷം പങ്കുവെച്ച് ആളുകളുമായി ആ ഈദിൻ്റെ ആശംസകൾ പങ്കുവെച്ചുകൊണ്ടുള്ള ഈദുൽ ഫിത്തർ സക്കാത്ത്. പാവപ്പെട്ട ആളുകൾക്ക് പെരുന്നാളിൻ്റെ ദിവസം ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെയും സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ മാനുഷികമായ ഒരു മാർഗം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇനി ബലിപെരുന്നാളിനാണെങ്കിലോ, ആളുകൾക്ക് മാംസാഹാരം കിട്ടുവാൻ സാധ്യതയില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് കിട്ടുവാൻ പറ്റുന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ പേരിൽ പടച്ചറബിന് ഒരു ആരാധനയായി അർപ്പിക്കുന്ന മൃഗബലിയെ, അതിനുശേഷമുള്ള മാംസം ആ അറുക്കുന്ന ആളുകൾക്കും അതേപോലെ തന്നെ നാട്ടിലുള്ള പാവപ്പെട്ട ആളുകൾക്കുമൊക്കെ അത് എത്തിച്ചു കൊടുത്ത് അതിലും ഒരു സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും രീതി നമുക്ക് മതം പഠിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. എന്നാൽ ആഹ്ലാദത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും പേരിലുള്ള ഒരു അടിച്ചുപൊളി സംസ്കാരം അത് മതത്തിലില്ല എന്നത് സത്യമാണ്.